ദിസ് ഇസ് എ ഗെറ്റ് റെഡി വിത്ത് മീ. ചുമ്മാ പ്രത്യേകിച്ച് ഒരു സ്ഥലമില്ല, എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ. എനിക്കൊരു പുതിയ കുരു വന്നിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഇതെന്തിനാ ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്നത് എനിക്ക് അറിയത്തില്ല. ഒരു പണിയില്ല, ഒരിടത്ത് നമുക്ക് പോകണ്ട, അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്താണെങ്കിൽ കുരു പോയിട്ടൊന്നും വരില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഒരു ഇവൻറ്റോ ഒക്കെ നമ്മുടെ ലൈഫിൽ വരുവാണെങ്കിൽ അന്നേരം നാണമില്ലാതെ വലിഞ്ഞു കയറി വരും. എന്തിനാണോ എന്തോ. സൺസ്ക്രീൻ മുഖ്യം. ഇതൊക്കെ വാരി തേച്ചാലും ടാൻ അടിക്കും, അത് വേറെ കാര്യം. ഈ കാണുന്നവർക്കൊക്കെ ഒന്ന് കുറച്ച് ഒരു ലൈക്ക് ഇട്ടൂടെ? എനിക്കതൊരു പ്രചോദനമാവില്ല ഒന്നുമില്ലെങ്കിലും. നിങ്ങൾ എന്തിനിങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുന്നേ? ഒന്ന് കണ്ടൊന്ന് നോക്ക്. കൊള്ളാമോ എന്നറിയാമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. എനിക്കിങ്ങനെ ക്ലാപ്പ് തരുന്ന പോലെ അല്ലേ, നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലാപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്കതൊരു അപ്രിസിയേഷൻ അല്ല. വേണമെങ്കിൽ ഞാൻ ഈ ലിപ് കോംബോ ഇടാം. ആരും ചോദിച്ചില്ല, എന്നാലും ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ആരും ചോദിച്ചില്ലെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് ഇടാമല്ലോ. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അതൊരു പ്രത്യേക സ്പെഷ്യൽ വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, ആരും കാണാത്ത യൂട്യൂബ് ചാനലിൽ നീ എന്തിനാണ് വന്നിരുന്നത് ഈ ഷോ ഇറക്കുന്നതെന്ന്. പക്ഷേ എനിക്കൊരു മനസ്സുഖം. എൻ്റെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യണം. ഇത് കീപ്പ് യുവർ പീസ് അറ്റ് എനി കോസ്റ്റ്. എന്ത് വില കൊടുത്തും നമ്മൾ നമ്മുടെ സമാധാനം ഇങ്ങനെ കീപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇതാരും കാണുന്നില്ലെങ്കിലും എനിക്കൊരു സന്തോഷം, എനിക്കൊരു സമാധാനം, ഒരു 10 പേര് കണ്ടിട്ട് ഒരാൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. വാവ്, യു ലൈക്ക് മൈ പോസ്റ്റ്. അല്ല എന്തത് യു ലൈക്ക് മൈ യൂട്യൂബ് വീഡിയോ. അതായത് നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തപ്പോൾ എനിക്കൊരു സന്തോഷം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ക്ലാസ് തുടങ്ങി കഴിയുമ്പോഴത്തേന് നിർത്തുമായിരിക്കും. പരിചയമുള്ളവർ എന്നെ കളിയാക്കുമെന്ന് അറിഞ്ഞിട്ട് ഞാനിത് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ്? എൻ്റെ ഒരു സന്തോഷത്തിനും വേണ്ടിയിട്ട് മാത്രം. വളരെ ബേസിക് ആയിട്ടുള്ള മേക്കപ്പാണ്. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പൊന്നും ഞാൻ ചെയ്യാറില്ല എന്നൊക്കെ ഞാൻ പറയണമെന്നുണ്ട്. എന്നാലും ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിൽ മടിയാവുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇങ്ങനെ മടി വരാറുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും? എനിക്ക് മടി വരാറുണ്ട്. എനിക്കിങ്ങനെ എന്തെങ്കിലും ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് കുറേ സമയമാകുമ്പോഴത്തേക്കും അങ്ങ് മടി അലമ്പാണ്. മുത്തേ പ്ലീസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ മടിയൊക്കെ? എനിക്കും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും ഉണ്ട് ഇങ്ങനത്തെ മടി. അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് മടിയായി ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ കണ്ണൊക്കെ എഴുതണോ? കണ്ണൊക്കെ എഴുതേണ്ട കാര്യമുണ്ടോ? ഞാൻ വേണ്ട. ലിപ്സ്റ്റിക്കും ഐബ്രോസും നമ്മൾ ഫില്ല് ചെയ്താൽ ഇതിലാണ് കാര്യം. ഇപ്പം നോക്കൂ, ഞാൻ ആദ്യം ഇരുന്ന കോലം എന്താണ്, ഇപ്പോൾ ഇരിക്കുന്ന കോലം എന്താണ്? രണ്ടും നല്ല കണക്ക് കോലമെന്ന് എനിക്കറിയാം. വേണമെങ്കിൽ മാത്രം ഇത് കുറച്ച് നാച്ചുറൽ ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. അതായത് സൈഡിൽ മാത്രം മതി. കോൺസെൻട്രേഷനാണ് ഇതിന് വേണ്ടത്. എഴുതിയില്ല എന്നുള്ളൊരിതാണ്. കാണുമ്പം ഒറ്റ നോട്ടത്തിൽ എഴുതിയെന്ന് തോന്നണം. അല്ല, ഒറ്റ നോട്ടത്തിൽ എഴുതിയിട്ടില്ലെന്ന് തോന്നണം. എന്നാൽ എഴുതിയിട്ടുണ്ട് താനും. മസ്കാര വേണ്ട. ഒന്ന് തിളങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈലൈറ്റ് ഇട്ട് കൊടുക്കാം. സോ ദിസ് ഇസ് ദാറ്റ് മടി പിടിച്ച ഗെറ്റ് റെഡി വിത്ത് മീ ലുക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരെ ബൈ.